മുന്നണി മാറ്റം ചർച്ച ചെയ്യാൻ ചേരുന്ന നിർണായക RJD യോഗത്തിൽ രാജ്യസന്നദ്ധത അറിയിച്ച സംസ്ഥാന അധ്യക്ഷൻ MP ശ്രേയാംസ്കുമാർ. പാർട്ടിയിൽ ഐക്യമില്ലെന്നും സംസ്ഥാന അധ്യക്ഷന്റെ പരാതി. ഇടതുമുന്നണി വിടണമെന്ന നിലപാടിലാണ് ഒരു വിഭാഗം പ്രവർത്തകർ. സിനോജ് തോമസിന്റെ വിശദാംശങ്ങൾ നൽകാൻ. സിനോജ്, മുന്നണി വിടുക എന്നുള്ളതിൽ അവിടെ കൃത്യമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്നടക്കമുള്ള പരാതി ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ ഒരു മുന്നണി വിട്ടേക്കുമെന്ന സൂചനകളൊക്കെ പറയുകയും മുൻപും ചെയ്തിട്ടുള്ളതാണ്. ഇതിലിപ്പോൾ ഈ യോഗത്തിൽ RJDയുടെ നിർണായകമായിട്ടുള്ള യോഗത്തിൽ രാജ്യസന്നദ്ധ അറിയിച്ചിരിക്കുകയാണോ സംസ്ഥാന അധ്യക്ഷൻ? ശ്രുതി, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. എന്നിട്ടും RJDക്ക് LDFിൽ തുടരണോ അല്ലെങ്കിൽ മുന്നണി വിട്ട് പുറത്തേക്ക് പോയി UDFിനൊപ്പം ചേരണോ തുടങ്ങിയ കാര്യങ്ങൾ ഒരു അന്തിമ തീരുമാനം എടുക്കാൻ പാർട്ടിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് ഒരു നേതൃയോഗം വിളിച്ചു ചേർത്തത്. സംസ്ഥാനത്തെ എല്ലാ മുതിർന്ന RJD നേതാക്കളും കോഴിക്കോടുണ്ട്. യോഗം രാവിലെ ആരംഭിച്ചു. ഈ യോഗത്തിൽ വെച്ചാണ് സംസ്ഥാന അധ്യക്ഷൻ MP ശ്രേയാംസ്കുമാർ താൻ രാജിവെക്കാൻ തയ്യാറാണ്, അഖിലേന്ത്യാ അധ്യക്ഷന് രാജിക്കത്ത് നൽകുമെന്ന് അറിയിച്ചത്. അതായത് പാർട്ടിക്ക് ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. കാരണം കഴിഞ്ഞ മാസം 14-ാം തീയതി കോഴിക്കോട് തന്നെ ഒരു യോഗം വിളിച്ച് LDFിൽ തുടരാൻ വേണ്ടി RJD തീരുമാനിച്ചിരുന്നു. 4ാമത്തെ സീറ്റായി കോവളം ചോദിക്കാമെന്നൊക്കെ തന്നെ ധാരണയായതാണ്. പക്ഷേ അതിന് പിന്നാലെ തന്നെ ചില നേതാക്കൾ ഇടതുമുന്നണി വിടണമെന്ന വാശിയിൽ തന്നെ ഉറച്ചു നിന്നു. അതിന് പ്രധാന കാരണം കോഴിക്കോട് കോർപ്പറേഷൻ ഉൾപ്പെടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM RJD സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചു എന്ന പരാതി RJD നേതാക്കൾ തന്നെ പരസ്യമായി ഉന്നയിക്കപ്പെട്ട CPMന് പരാതിയായി നൽകുകയും ചെയ്തിട്ടും പാർട്ടി അത് പരിഗണിച്ചില്ല, CPM പരിഗണിച്ചില്ല, അധിക്ഷേപിച്ച് പുറത്തേക്ക് ഇറക്കി വിട്ടെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് LDFിൽ തുടരേണ്ടതില്ല, നമുക്ക് UDFിലേക്ക് പോകാമെന്ന് ഒരു വിഭാഗം കർശന നിലപാട് സ്വീകരിച്ചു. ആ തീരുമാനത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. അതുകൊണ്ടാണ് പാർട്ടി അധ്യക്ഷൻ തന്നെ താൻ രാജിവെക്കാൻ തയ്യാറാണെന്ന ഒരു സദസ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ മുതിർന്ന മറ്റു നേതാക്കളൊക്കെ തന്നെ രാജിവെക്കേണ്ട, നിലവിലെ അധ്യക്ഷ പദവിയിൽ തുടരണമെന്ന് അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്. ഏതായാലും LDFിൽ തുടരണോ അതിൽ അല്ല മുന്നണി വിട്ട് പുറത്തേക്ക് പോയി UDFിനൊപ്പം ചേരണം തുടങ്ങിയ കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. ഇന്നത്തെ യോഗത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് RJD നേതൃത്വം ഉള്ളത്. ശ്രുതി, ശരി. സിനോജ് തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. മുന്നണി മാറ്റം ചർച്ച ചെയ്യാൻ ചേരുന്ന നിർണായക RJD യോഗത്തിലാണ് സംസ്ഥാന അധ്യക്ഷൻ MP ശ്രേയാംസ്കുമാർ രാജ്യസന്നദ്ധത അറിയിച്ചത്. മറ്റൊരു